ആരെങ്കിലും വന്ന് എന്നെ രക്ഷിക്കോ, പ്ലീസ് പ്ലീസ് എന്നെ രക്ഷിക്കോ. ഇങ്ങനെ മരിച്ചു കിടക്കുന്നു. ഭയങ്കര ക്രൂരത തന്നെ. എന്ത് ചെയ്യാനാ? ഈ പാലത്തിന്റെ അടുത്തേക്ക് വരാൻ തന്നെ പേടിയാവുന്നു. എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട്. ഹലോ, പോലീസ് സ്റ്റേഷൻ? കണ്ടുപിടിക്കും ഞാൻ. എന്താ സാറേ പെട്ടെന്ന് ഇങ്ങനെ താഴെ വീണത്? ക്രൈം നടന്ന സ്പോട്ടിൽ ഒരു പോലീസുകാരന് ഏത് ആംഗിളിൽ നിന്ന് വേണമെങ്കിലും തെളിവുകൾ കിട്ടും. ഞാൻ താഴേന്ന് വരാണ്. കോൺസ്റ്റബിൾ! കൊലപാതകോ? എവിടെയാ സാറേ? എവിടെയാ? അതല്ലടാ, എന്നെ ഒന്ന് അത് പറഞ്ഞാ പോരെ സാറേ? ഇതോ സാറേ? ഈ എൻകൗണ്ടർ 7 മഴ അങ്ങനെയൊന്നും താഴെ വീഴില്ല. എന്നാ ഫോളോ മീ. എൻകൗണ്ടറിൽ എത്ര പേരെ കൊന്നിട്ടുണ്ട്? എടോ, എൻകൗണ്ടർ എന്ന് വെച്ചാൽ നീ വിചാരിക്കുന്ന എൻകൗണ്ടർ അല്ല, എൻകൗണ്ടർ.
മനസ്സിലായില്ലല്ലോ. എടോ അയാളുടെ അച്ഛന്റെ പേരാ ഞാൻ ഈ പറഞ്ഞത്. ആ ഇൻഷ്യലും ഇട്ടോണ്ട് അയാൾ ഇങ്ങനെ ആളെ പറ്റിച്ച് നടക്കുന്നത്. കോമഡി പോലീസാണോ? ഇതിലെന്താ ഉള്ളത്? സാറേ എടാ, നിന്നോടല്ലേ ചോദിച്ചത്? എടോ ഇതിനകത്ത് എന്താ ഉള്ളത്? ഓറഞ്ച് കേസാ. ഓറഞ്ചാണോ? ഓ 11+1 ഒരു ഡസൻ ഓറഞ്ച് എടുത്ത് എന്റെ കാറിൽ ഇട്ടേക്കണം, മനസ്സിലായോ? അല്ലെങ്കിൽ ഞാൻ കാറ്റൂരി വിടും കേട്ടോ. അല്ലെങ്കിലും കാറ്റ് പോയിക്കൊണ്ടിരിക്കുവാണല്ലോ. അല്ലെങ്കിൽ ഞാൻ വീലഴിച്ച് മാറ്റും. എന്തിനാ സാറേ വിളിക്കുന്നേ? ഉള്ളത് എടുത്തുകൊണ്ട് വെക്കടാ. സാറേ നമുക്ക് ഇങ്ങോട്ട് പോകണ്ടേ? താങ്ക് യു. ആ വഴിക്കാ പോകണ്ടേ? ഓ താങ്ക് യു. ബോഡി എവിടെ? മുകളിലാ സാറേ. സാറേ വീടല്ലേ, മുകളിലോട്ട് നോക്കാനാ പറഞ്ഞത്. എടോ എനിക്കറിയില്ലേ, ഞാൻ പല ആംഗിളിലും നോക്കും. അല്ല നീ എവിടാ നോക്കാൻ പറഞ്ഞു? അങ്ങോട്ട് നോക്കൂ സാറേ. എന്റെ അമ്മേ. അല്ല എല്ലാവരും ചത്തിട്ടാണ് മേലേക്ക് പോവാ, ഇവനെന്താ മേലെ പോയി ചത്തിരിക്കുന്നത്? ചത്തിട്ട് പോയതാണോ ജീവനോടെ പോയതാണോ ആർക്കറിയാം? ഇങ്ങനെയൊക്കെ നിന്നോട് സംസാരിക്കാൻ ആരാ പറഞ്ഞ? ഞാൻ ചോദിച്ചോ നിന്നോട്? അതിരിക്കട്ടെ, ബോഡി ആദ്യം കണ്ടത് ആരാ? ഞാനല്ലേ കാണിച്ചത്, സാറല്ലേ ആദ്യം കണ്ടത്. Who is the black sheep? അതാരാണെന്ന് മനസ്സിലായില്ല സാറേ. തീർച്ചയായിട്ടും നിനക്ക് മനസ്സിലാവില്ല. ആദ്യമായി കണ്ട ആ കറുത്ത ആട് ആരാണെന്നാ ചോദിച്ചേ? ഒരു ഓട്ടോക്കാരൻ ആദ്യം കണ്ടത് സാറേ. ഓട്ടോക്കാരനാണോ? ഞാനെന്താ ആടാണെന്ന് വിചാരിച്ച? ഓട്ടോക്കാരനോ? പിടിക്കാ കറുത്താടിന് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. ഓർമ്മേ ഉള്ളു നിനക്ക്. ഇവിടെ സംശയാസ്പദമായ രീതിയിൽ ആരെങ്കിലും നടന്നിരുന്നു? സാർ ഒരു സംശയമില്ലത്ര, ഇതിന്റെ പുറകിൽ പിശാചാന്നാ എല്ലാവരും പറയുന്നത്. What a comedy! പിശാചിന്റെ പണിയോ? കൊന്നത് പിശാചാണെങ്കിലും ഈ എൻകൗണ്ടർ ഏഴുമലയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനാവില്ല. അവന്റെ മുട്ട ഞാൻ തല്ലി ഓടിക്കും. പിശാചിന് എവിടെ സാറേ കാല്? അതെനിക്ക് അറിഞ്ഞൂടെ. ഞാൻ പറഞ്ഞത് മുട്ടിനെ കുറിച്ചാ. എടോ എന്നെ കുറിച്ച് സാറിനെ പറ്റി താൻ എന്താ വിചാരിച്ചത്? സാർ അങ്ങനെയൊന്നും പേടിക്കുന്ന ആളല്ലോ കേട്ടോ. സാറിന്റെ കല്യാണം കഴിഞ്ഞതാ. അതൊക്കെ എന്തിനാണ് ഇപ്പൊ ഓർമ്മിപ്പിക്കുന്നത്? അതിരിക്കട്ടെ, വേറെ എന്തെങ്കിലും തെളിവുകൾ കിട്ടിയോ? കിട്ടി സാറേ, ഒരാളുടെ ലൈസൻസ് ഇവിടെ കിടന്ന് കിട്ടിയിട്ടുണ്ട്. അയാളുടെ പേര് കണ്ണൻ. എന്നെ പറ്റിക്കാമെന്ന് വിചാരിച്ചോ? ഈ ഇൻസ്പെക്ടർ ഏഴുമലയുടെ കയ്യിൽ നിന്നും ആർക്കും രക്ഷപ്പെടാനാവില്ല. ഞാൻ നിന്നെ പോക്കും. സാറേ മരിച്ചയാളുടെ പേരാ കണ്ണൻ. അതെനിക്ക് അറിഞ്ഞൂടെ. ഞാൻ എന്ത് പറഞ്ഞാലും അതിലൊരു അർത്ഥം ഉണ്ടാവും. നീ ആംബുലൻസിന് പറഞ്ഞു. ആദ്യം അത് പോയി ചെയ്യണോ? ഇനിയും 24 hours ഇതിന് ഞാൻ തെളിവുണ്ടാക്കും. കണ്ണാ പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമരമൊട്ടായിരുന്നു നീ, ഒരു താമരമൊട്ടായിരുന്നു നീ. പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ. എടാ, ഫൈനൽ ഇയർ പ്രോജക്റ്റിന് വേണ്ടി എല്ലാരും വർക്ക് ചെയ്തോണ്ടിരിക്കുന്നതല്ലേ, എന്നിട്ട് നീ മാത്രം ഇങ്ങനെ കറങ്ങി നടക്കുക. എല്ലാവരുടെയും ഷൂട്ടിങ്ങും കഴിഞ്ഞ് എഡിറ്റിംഗും ഡബിങ്ങും ഒക്കെ തുടങ്ങി. നമ്മളെപ്പോഴാ തുടങ്ങാൻ പോകുന്നത്? നോർമലായിട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ സ്ക്രിപ്റ്റ് സബ്മിറ്റ് ചെയ്തിട്ട് ഷോർട്ട് ഫിലിം എടുക്കാനൊന്നും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യണം. അതായത് റിയൽ ലൈഫിൽ നടക്കുന്ന ഇൻസിഡൻസ് ഒക്കെ ലൈവ് മാറ്ററായിട്ട് എടുത്ത് ഒരു സ്ക്രിപ്റ്റ് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ടി വിയിലൊക്കെ വരില്ലേ സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്നൊക്കെ, അതുപോലത്തെ പ്രോഗ്രാമാണോ? എക്സാക്ട്ലി. അതിന് സംഭവിച്ച കാര്യങ്ങൾ നോക്കി നടക്കണ്ടേ? ഡെയിലി മാഗസിനിൽ കുറെ കാര്യങ്ങൾ പഠിക്കുന്നില്ലേ? കഴിഞ്ഞ ആഴ്ച പോലെ ഒരു പ്രധാനപ്പെട്ട ന്യൂസ് കണ്ടു. നീ കണ്ടോ? ഏതാ? നമ്മുടെ ആ കള്ളസ്വാമിയുടെ ത്രില്ലിംഗ് സ്റ്റോറി ആണോ? അതല്ലടാ, ചെന്നൈയിൽ നിന്ന് പോണ്ടിച്ചേരി പോകുന്ന റൂട്ടിൽ കായർ പാളന്നൊരു സ്ഥലമുണ്ട്. ആ പാലം കടന്ന് പോകുന്ന എല്ലാ വണ്ടിയും ഇടയ്ക്കിടയ്ക്ക് ഭയങ്കരമായിട്ട് ആക്സിഡന്റ് ആവുന്നതും
പല പേര് വിചിത്രമായി മരിക്കുന്നെന്നും ഒരു ന്യൂസ് കണ്ടു. അത് പ്രോജക്റ്റായിട്ട് ചെയ്താലൊന്നും ഞാൻ ആലോചിക്കുകയാണ്. നീ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ വല്ലാത്ത റിസ്ക് ആയിരിക്കുമല്ലോ. അതിന് നല്ല ബഡ്ജറ്റും ആവശ്യം വരുവാടാ. മാത്രമല്ല നല്ല ടെക്നിക്കൽ വാല്യൂവും ഉണ്ടാവണം. അതൊക്കെ നമുക്ക് ശരിയാക്കാം. എൻ്റെ ഫ്രണ്ടിന് കുറേ പേരെ അറിയാം. 2 പേരെ അയച്ചുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ഷൂട്ടിംഗ് ഭയങ്കര ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ? ഹായ് 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 ഹായ്. ഇതാണ് ഞാൻ പറഞ്ഞ പാലം. ഈ പാലത്തിൽ നടക്കുന്ന സംഭവങ്ങളെയാണ് നമ്മൾ രഹസ്യമായിട്ട് ഷൂട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്. ആദ്യം നമ്മൾ മുറിയിലേക്ക് പോയിട്ട് ഒക്കെ പ്ലാൻ ചെയ്തിട്ട് വരാം. ശരി വാ. ഓക്കെ, വരൂ പോവാം. ചേട്ടാ ചേട്ടാ ചേട്ടൻ്റെ പേര് കന്ദസ്വാമി അല്ലേ? ചേട്ടാ ചേട്ടനോടാ ചോദിക്കുന്നത്. ചേട്ടാ ചേട്ടൻ ആ കായാർ പാലത്തെക്കുറിച്ച് അറിയാമെന്ന് പറഞ്ഞായിരുന്നു. ചേട്ടോ ചേട്ടൻ അറിയുന്നതെങ്കിലും പറ. കാശ് താടോ, കാരണം എന്താന്ന് പറയാം. അതല്ല ചേട്ടാ, കായാർ പാലം. മദ്യം മേടിച്ചു തരൂ, മറക്കാതെ പറയാം. എന്നെ സന്തോഷിപ്പിച്ചാൽ നിനക്കൊക്കെ ഞാൻ പറഞ്ഞു തരും.
കായർ പാലത്തില് തുടർന്ന് കുറെ സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് സത്യമാണ്. ഈ പാലം കടന്നു പോകുന്നവര് ഫേസ് ചെയ്ത പ്രശ്നത്തെക്കുറിച്ച് അവര് പറയുന്നത് ഒരേപോലെ തന്നെയുണ്ട്. അതെ അതെ. ഈ പാലത്തിലേതോ പ്രേതം ജീവിക്കുന്നുണ്ടെന്നും അതാണ് വരുന്നവരെയും പോകുന്നവരെയും ശല്യം ചെയ്യുന്നതെന്നും പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള വിവരം എന്തെങ്കിലും അറിയോ? ശരിക്കും ഈ പാലത്തിന്റെ ബാക്ക് സ്റ്റോറി എന്താണ്? ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ സാധാരണ പാലമാണത്. പക്ഷെ അതിൽ നടക്കുന്നു എന്ന് കരുതുന്ന ചില സംഭവങ്ങളാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ പേടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാനൊന്നുമില്ല സഹോദര. ഇത് സത്യമാണോ കള്ളമാണെന്ന് ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. കുടുംബമായിട്ട് നാട്ടിലേക്ക് പോകുമ്പോൾ ആ പാലം ഇല്ലേ, ആ പാലത്തിന്റെ മേളിൽ കൂടിയാ പോയത്. ഒരു മിനിറ്റ് ശക്തി, ഒന്ന് ഫേസ് ടച്ചപ്പ് ചെയ്ത്. ഓക്കെ. ടിൽട്ടപ്പ് ചെയ്തോളൂ. ടൈറ്റ് റൺ വെച്ചോളൂ. ക്ലോസപ്പിൽ ആയിക്കോട്ടെ. നിങ്ങൾക്ക് സൗണ്ട് ലെവലൊക്കെ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. സ്റ്റാർട്ട് ചെയ്യാം. റിലാക്സ് ആയിക്കോളൂ, ടെൻഷൻ ആവണ്ട. ക്യാമറ നോക്കി സംസാരിക്കും. കുടുംബമായിട്ട് നാട്ടിലേക്ക് പോയിട്ട് ആ പാലം വഴി തിരിച്ചു വരുമായിരുന്നു. പെട്ടെന്ന് അവിടെ കാറ് നിന്നുപോയി. പെട്രോളിൽ നിന്ന് നോക്കുമ്പോ പെട്ടെന്നൊരു ശബ്ദം കേട്ടു. എന്താന്ന് നോക്കിയാലേ പെട്ടെന്നൊരു വെള്ള രൂപം വന്ന് എന്റെ മുമ്പിൽ അങ്ങ് നിന്നു. അത് കണ്ടപ്പോ ഞങ്ങൾ എല്ലാവരും പേടിച്ചു പോയി. അന്ന് തൊട്ട് ഞാൻ പകല് പോലും ആ വഴി പോവാറില്ല. ഈ കായർ പാലത്തെ കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത്? കായർ പാലം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര പേടിയാ. ഞാനും എന്റെ കെട്ടിയോനും കായർ പാലത്തിൽ കൂടെ പോവായിരുന്നു. അവിടെ വലിയൊരു ആക്സിഡന്റ് സംഭവിച്ചു. ആ ആക്സിഡന്റിന് ശേഷം എന്റെ കെട്ടിയനോട് ഞാൻ പറഞ്ഞു ആ വഴിയെ പോകരുതെന്ന്. അതുപോലെ ഞാൻ എന്റെ കുട്ടികളോടും എനിക്ക് അറിയാവുന്നവരോടൊക്കെ പറഞ്ഞു ആ വഴിയെ പോകരുതെന്ന്. സർ, ഈ കായർ പാലത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അവിടെ പ്രേതമുള്ളെന്നുള്ള സത്യം തന്നെയാണ്. എന്റെ അറിവിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ താമസിച്ചിരുന്ന ശിവനേശന്റെ കുടുംബം മൊത്തത്തിൽ നശിച്ചുപോയി. ആ സംഭവത്തിന് ശേഷമാണ് ഈ പാലത്തെക്കുറിച്ച് ഇത്രയധികം സംസാരം ഉണ്ടായത്. ഇതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും? അങ്ങനെ വിവരിച്ചു പറയാനൊന്നുമില്ല. ശിവനേശൻ നാട്ടിലില്ലാത്ത സമയത്ത് അദ്ദേഹത്തിന്റെ അളിയൻ നടരാജൻ തന്റെ നവവധുവുമായി ഈ നാട്ടിലേക്ക് വന്നിരുന്നു. വന്ന സമയത്ത് നേരവും സന്ദർഭവും നന്നായിരുന്നതുകൊണ്ട് കുറച്ചു കാലം സന്തോഷമായിട്ട് ഇവിടെ ജീവിച്ചു. ആ സന്തോഷ ജീവിതത്തിന് പുറകിൽ ഒരു വലിയ അപകടം പതിയിരിക്കുന്നു എന്ന് അവരറിയാതെ പോയി. ചേച്ചി എങ്ങനെയുണ്ട്? ചേച്ചി എന്തൊക്കെയുണ്ട്? ആ സുഖമായിട്ടിരിക്കുന്നു. എന്താടാ വരാൻ ഇത്ര താമസിച്ചത്? ഞാൻ നേരത്തെ പുറപ്പെട്ടതാ. വരുന്ന വഴിയിൽ ഒരു ജോലി ഉണ്ടായിരുന്നു. ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, വാ കഴിക്കാം. അല്ല, ഞങ്ങൾ ഇല്ലേ കുളിച്ചിട്ട് ചേച്ചി, ഒരു വരാം. 5 minutes. ശരി, എന്നാ വേഗം എടുത്തു വെക്കാം. കുളിച്ചിട്ട് വന്നേക്കാം, എന്നിട്ട് കഴിക്കാം. നിങ്ങൾ ആ മുറി താമസിച്ചോ? എല്ലാ സൗകര്യവും ഉണ്ട്. ആ ഈ മുറി. റൂമാണോ? ഓക്കെ ചേച്ചി, ആ ജസ്റ്റ് 5 minutes വന്നേക്കാം. ശരി, വേഗം വാ.
വിനുക്കുട്ടാ, എവിടെയാ നീ? വിനു, വിനു, വിനു നീ എവിടെയുള്ള? എടാ മോനെ വിനു, വിനു, വിനു എവിടെയാന്ന് പറ. വിനു, എടാ വിനു, എന്താ ഇത്? വിനു! ഈ അമ്പലത്തിനും എനിക്കൊരു ഭാഗ്യമുണ്ട്. എന്ത് ഭാഗ്യം? ആദ്യം എന്റെ ചേച്ചിയുടെ കല്യാണത്തിന് വന്നു, ഇപ്പോ നിന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നു. അങ്ങനാണോ? എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. സത്യത്തിൽ ഈ അമ്പലം ഉണ്ടായിട്ട് 300 വർഷങ്ങളായി. എല്ലാ വർഷവും ഈ ഗ്രാമത്തിലുള്ള ജനങ്ങളൊക്കെ ചേർന്ന് ഈ അമ്പലം ഒരു ഉത്സവ പറമ്പാക്കാറുണ്ട്. വളരെ ആഘോഷമായിരിക്കും അല്ലേ? യെസ്. അപ്പോ ഈ കൊല്ലത്തെ ഉത്സവം എപ്പോഴായിരിക്കും? ഉത്സവത്തിന് വരുന്ന ജനങ്ങളൊന്നും എപ്പോഴും ഇങ്ങോട്ട് വരാറില്ല. അതുകൊണ്ടാണ് ഈ അമ്പലം ഇങ്ങനെ പാഴടഞ്ഞു കിടക്കുന്നത്. ആണല്ലേ? കാണുമ്പോ തന്നെ അറിയുന്നുണ്ട്. നിനക്കൊരു കാര്യം അറിയോ? എന്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്. എന്താ? ചാൻസ് കിട്ടുവാണെങ്കിൽ ഈ അമ്പലം ഒന്ന് പുതുക്കി പണിയണം. നമുക്ക് അങ്ങനെ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം കേട്ടോ. ഓക്കേ. അതെ, ഞാൻ അങ്ങോട്ട് പോയി നോക്കിട്ട് വരട്ടെ. നീ പോയി നോക്ക്. എന്തായി ചെയ്യുന്നത്? വിടില്ലടാ. എന്നെ വിടാനാ പറഞ്ഞത്. നീ ഞാൻ വിടില്ല. നിനക്ക് എന്താ വേണ്ടേ? തല്ലരുത്. വിടില്ല ഞാൻ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? മാറി നിക്കടാ. വാ ഇങ്ങോട്ട് വാ. ഭ്രാന്തൻ. വാന്നേ. മോളെ, ഇതാ പൂ താഴെ വീണിരിക്കുന്നു. സുസി, നീയായിരുന്നു? എന്താ മാധവേട്ടാ, നിങ്ങളുടെ മൊബൈലിലേക്ക് വിളിച്ചിട്ട് കോള് പോകുന്നേ ഇല്ലല്ലോ. ജോലി കാരണം പുറത്തായിരുന്നു. എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമുണ്ടോ? നാളെ ഞങ്ങള് നാട്ടിലേക്ക് പോവാ, അത് പറയാൻ വേണ്ടി വിളിച്ചതാ. ഓ അതെയോ? അല്ല, നടരാജനും വൈഫും വരുന്നതായി പറഞ്ഞല്ലോ, അവരെത്തിയോ? ശിവനേശൻ വിളിച്ചിരുന്നോ? ആ, അദ്ദേഹം വിളിച്ചിരുന്നു. ദാ അതാണ് നടരാജന്റെ ഭാര്യ. എന്തു പറ്റി? എന്താ ഇങ്ങനെ നോക്കുന്നത്? എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? മാധവേട്ടൻ നടരാജന്റെ കല്യാണത്തിന് വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ നോക്കുന്നത്. മാധവേട്ടാ, മാധവേട്ടാ, ഇന്ന് ഞങ്ങൾ ഇറങ്ങട്ടെ. വാ. ഓക്കെ, ശരി, പോട്ടെ.
വിനോ പാല് കുടിച്ചിട്ട് പടം വരയ്ക്കണം. ഓക്കെ ആണോ? വിനിക്കുട്ടാ എന്താ ചെയ്യുന്നത്? ഡ്രോയിങ് ചെയ്യുവാണോ? ശരി ശരി, നന്നായിട്ട് കളർ ചെയ്യുന്നുണ്ടല്ലോ. എന്നെ പഠിപ്പിച്ചു തരോ? ഭയങ്കര സീരിയസ് ആണെന്ന് തോന്നുന്നു. എന്നോട് സംസാരിക്കില്ലേ? വിനു, വിനുക്കുട്ടാ നിന്നോടല്ലേ ചോദിക്കുന്നത്? വിനു പേടിക്കണ്ട, അവിടെ തന്നെ ഇരിക്ക്. ഞാൻ ക്യാൻഡിൽ കൊണ്ടുവരാം. നീ എന്തേ കാണിക്കുന്നെ? ഇരുട്ടത്തിരുന്ന് വരയുവാണല്ലോ. എവിടെ കാണിച്ചേ? ഏയ് നട്ടി നട്ടി, ഇതൊന്ന് നോക്ക. നമ്മുടെ വിനോദ് വരച്ചതാ. അമ്പലത്തിൽ വെച്ച് നിന്നെ പ്രാന്തം തല്ലിയതും ഞാൻ സ്വപ്നം കണ്ടതും അങ്ങനെ തന്നെ വരച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുണ്ട് നട്ടി. മീരേ, നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? എല്ലാത്തിനും ഇങ്ങനെ പേടിച്ചാലോ? ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ഞാൻ എന്തുമാത്രം പേടിച്ചിട്ടാ പറയുന്നത്, നീ ഒന്നും മനസ്സിലാക്കുന്നില്ലല്ലോ. നീ അതാദ്യം ഇങ്ങോട്ട് തന്നെ. നീ കിച്ചണിൽ പോയി ശുശിക്ക് വല്ലോ ഹെൽപ്പ് ചെയ്. ചെല്ല്. ഇല്ല നട്ടി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. പോവാനല്ലേ പറഞ്ഞത് നിന്നോട്? പോ, ചെല്ല്. അങ്ങനെ എന്തോ അവൻ പറഞ്ഞത്, നോക്കട്ടെ. എന്നിട്ട് എഴുന്നേക്ക്, ടൈം ആണ്. അവനെ പോയി കാണണ്ടേ? ആരാ മീര ഈ ഗുണ? ആരാ ഗുണാന്ന് ഇവളോട് ചോദിച്ചാ പറയില്ല. മീര, ആരാ ഈ ഗുണ? മീരേ, ഇവളിതെവിടെ പോയി? മീരേ, മീരേ, ആരുടേത്? മീരേ, കാഫി തന്നിട്ട് നീ എവിടെ പോയത്? ഞാൻ കോഫി എടുന്ന് വെച്ചെന്നോ? ഞാൻ മാർക്കറ്റിലാണല്ലോ ഉള്ളത്. എന്ത് മാർക്കറ്റിലാണെന്നോ? ആ അതെ. അപ്പോ ഈ കോഫി? അപ്പൊ എന്നെ വിളിച്ചുണർത്തിയതാരാ? ആന്റി വരൂ ആന്റി, കളിക്കാം. ആന്റി ഫോൺ വേണ്ടി കഴിഞ്ഞിട്ട് മോന്റെ കൂടെ വന്ന് കളിക്കാം കേട്ടാ? ആന്റി പ്ലീസ് ആന്റി. വിനിക്കുട്ടാ നല്ല കുട്ടിയല്ലേ, മോൻ പോയി കളിക്ക്, ഞാൻ വരാട്ടോ. ശരി.
വിനു വിനു എവിടെയുള്ള മോനെ? വിനു വിനു വിനുക്കട്ടോ, വിനു വിനു. ആരാ? മീരേ, എന്ത് എന്താ വിനു? എന്താ പറ്റിയ മീരേ? എന്താ എന്താ വിനു. എന്താ പറ്റിയേ മീരേ? വിനു വിനു വിനുവിന് എന്താ പറ്റിയേ? എന്താ വിനു. എന്താ മീരേ? മോനെ വിനു. വിനുവിന് എന്താ പറ്റിയേ? വിനു. വിനു വിനുക്കട്ടോ. വിനു എന്റെ വിനു വിനു എവിടെ? വിനു ചേട്ടാ. ഇതെങ്ങനെയാ സംഭവിച്ചത്? കളിക്കുന്നതിനിടയിൽ കിണറ്റില് വീണു. കിണറ്റില് വീഴുന്നവർക്ക് നീ എന്താ ചെയ്തോടുന്ന? നിന്നെ കൊണ്ടല്ലോ. അയ്യോ, അടിക്കല്ലേ. വിനു മരിക്കാൻ ഞാനാ കാരണം. അവൻ എന്നെ കളിക്കാൻ കൂടെ വിളിച്ചതാ. ഞാൻ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൻ മരിക്കില്ലായിരുന്നു. വിനു മരിക്കാൻ ഞാൻ തന്നെ കാരണമല്ലോ. നട്രാജന്റെ വൈഫിനെ കണ്ട നിനക്കാരെ പോലെ തോന്നി? ശിവനേശ, ഞാൻ ഇതിനെക്കുറിച്ച് നിന്നോട് സംസാരിക്കണമെന്ന് വിചാരിച്ചു. അതിനുള്ളിൽ നമ്മുടെ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചു. നമ്മുടെ ഫ്രണ്ട് എങ്ങനെ മരിച്ചെന്നറിയോ? എങ്ങനെയാ മരിച്ചേ? വളരെ ക്രൂരമായി മരത്തിൽ കുത്തിയാ മരിച്ചത്. ഇതുവരെ അതാരാ ചെയ്തതെന്ന് കണ്ടുപിടിക്കാനേ പറ്റിയിട്ടില്ല ശിവനേശ. അതുപോലെ തന്നെ കുട്ടി മരിച്ചതും ഒരു അപകടമായി എനിക്ക് തോന്നുന്നില്ല. എനിക്കെന്തോ ആ പിശാചിന്റെ പണിയായിരിക്കുന്ന തോന്നുന്നത്. ഒരു കാര്യം മാത്രം വിശദമായിട്ട് അറിയാം ശിവനേശ, ഇത് ഇതോടുകൂടി നിൽക്കില്ല. അടുത്ത ലക്ഷ്യം നമ്മളായിരിക്കുമെന്ന് പേടിയാവുന്നു. ശിവനേശ, അടുത്ത ഊഴം നമ്മളാ ചെയ്തത്. മാപ്പ് ചോദിക്കണമെന്ന് വിചാരിച്ച അവള് ജീവനോടെ ഇല്ല. അവള് പിശാചായി ചുറ്റാ. ഏത് സമയത്ത് ഇങ്ങനെ ഒന്ന് കൊല്ലുമെന്ന് അറിയില്ല. പക്ഷെ ചാകുന്നുള്ളത് തീർച്ചയാ.
ശിവനേശ, എത്ര കുടിച്ചാലും തലയ്ക്ക് പിടിക്കുന്നില്ല. എവിടെ നോക്കിയാലും അവളെ കാണാനുള്ളൂ. ആ ഇതാ അവിടെയുണ്ട്. ഇവിടെ ഇവിടെ ഉണ്ട്. ആ വന്നു വന്നു വന്നു. ഡോ വേണ്ടാതെ കുടിക്കാൻ പേടിയാവുന്നു ശിവനേശ. എന്തിനാടോ എങ്ങനെ പേടിക്കുന്നത്? ശിവനേശ, ഞാൻ പറഞ്ഞില്ലേ, അവള് വന്നു, നമ്മള് ചാകാൻ പോവാ. നിങ്ങളെന്താ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല, എവിടെ നോക്കിയാലും വിനുവിന്റെ ഓർമ്മയാ. അതിനെക്കുറിച്ച് തന്നെ വിചാരിച്ചോണ്ടിരിക്കല്ലേ. കുറച്ച് ദിവസം അമ്മയുടെ വീട്ടിൽ പോയിരിക്കെ, പിന്നെ എല്ലാം ശരിയായിക്കോളും. നട്ടി, ഇവിടെ വന്നതിന് ശേഷം മനസ്സെന്തോ വല്ലാത്ത പോലെ. നമുക്കിന്ന് നാട്ടിലേക്ക് പോയാലോ? അതെ മീരെ, എനിക്കും അത് തന്നെ തോന്നുന്നത്. സോറി, ഞാൻ എന്തെങ്കിലും ഡിസ്റ്റർബ് ചെയ്തോ? നിങ്ങൾ പേഴ്സണലായിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ. അങ്ങനെയൊന്നുമില്ല, നാട്ടിൽ പോകുന്നതിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഇത്രയും പെട്ടെന്ന് എന്തിനാ? അല്ല, ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ടാ. ഓ, കുറച്ച് ദിവസം നിങ്ങൾ ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു സുസി. ഇവിടം വിട്ടു പോവാൻ ഞങ്ങൾക്കും വലിയ ഇഷ്ടമില്ലെന്നേ, പക്ഷെ പോയല്ലേ പറ്റൂ. ജോലി തീർന്ന ഉടനെ തിരിച്ചു വന്നേക്കാം. ഓക്കെ ഓക്കെ, അപ്പോ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എന്നാ ഏട്ടത്തിൻ്റെ അടുത്തൊന്ന് പറഞ്ഞേക്കാമോ? ആ, തീർച്ചയായിട്ടും. അവരെ ഏതോ ഒരു ശക്തി പേടിപ്പിച്ചുകൊണ്ടേയിരുന്നു. പേടിച്ച അവരോ ഈ നാട് വിട്ട് തന്നെ പോവുകയും ചെയ്തു. പെട്ടെന്നൊരു ഭ്രാന്തൻ മുന്നിൽ വന്നു നിന്ന് ശിവനേശനെ കുറിച്ചൊരു രഹസ്യം പറഞ്ഞതായിട്ടാണ് അറിവ്. ഇവനെന്താ ഇവിടെ? ഭ്രാന്തൻ. വഴിന്ന് മാറാ. എനിക്ക് സംസാരിക്കണം. നിന്നോടല്ലേ മാറാൻ പറഞ്ഞത്. പിന്നെ എന്തിനാടാ വീണ്ടും വീണ്ടും ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്? പറഞ്ഞു കേട്ടോളൂ നിനക്ക്. ഞാനല്ലേ പറയുന്നത്. ഞാനാ വിളിക്കുന്നത്. മീര വരാനല്ലേ പറഞ്ഞ? തുടക്കം മുതലേ ആ ഭ്രാന്തന്റെ മേൽ ദേഷ്യമുണ്ടായിരുന്ന നടരാജന് അവൻ പറഞ്ഞ രഹസ്യങ്ങൾ കേട്ടപ്പോ മനസ്സ് മാറി. ഭ്രാന്തൻ പറഞ്ഞ ആ രഹസ്യം എന്താണെന്നോ ശിവനേശനും സുഹൃത്തും ചെയ്ത തെറ്റെന്താണെന്നോ ഇതുവരെ ആർക്കും അറിയില്ല. പക്ഷെ അത് സംഭവിച്ച കുറച്ച് ദിവസത്തിനകം ശിവനേശനും അവന്റെ സുഹൃത്തും അതേ പാലത്തിന് മുകളിൽ വെച്ച് തന്നെ കത്തി കരിഞ്ഞു ചത്തു.
അതിനുശേഷമാണ് ഈ പാലത്തിൽ തുടർച്ചയായി ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നത്. ഇതുവരെയ്ക്കും നമ്മൾ ശേഖരിച്ച ഇൻഫർമേഷൻ വെച്ച് നമുക്കൊരു തീരുമാനത്തിലേക്ക് വരാൻ കഴിയുന്നില്ല. ഇത് പുതിയതായിട്ട് നാടുവഴി സിവിനേഷൻ ബംഗ്ലാവ് എന്ന് പറഞ്ഞിട്ടൊരു കഥ പറയുന്നു. ഈ പ്രോജക്റ്റ് ശരിയാവും തോന്നുന്നില്ല. നമുക്ക് പോവാം. പ്രോജക്റ്റ് ശരിയാവോ ഇല്ലയോ എന്ന് ഒരു സൈഡ് ഇരിക്കട്ടെ. ഒരു കാര്യം നമ്മൾ എടുത്തു, എന്നിട്ട് ഇത്രയും ദൂരം ട്രാവൽ ചെയ്തു. അതിന്റെ റിസൾട്ട് അറിയാതെ പോയെങ്കിൽ ആർക്കും അത് യൂസ് അല്ല. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളൊരു കാര്യം പറഞ്ഞായിരുന്നു, ശ്രദ്ധിച്ചായിരുന്നു? നട്ടീനെ ആ ഭ്രാന്തൻ മീറ്റ് ചെയ്തു എന്ന്. ആ ഭ്രാന്തനെ നമ്മൾ കണ്ടുപിടിച്ച ഈ പാലത്തിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റും. എടോ, വണ്ടി ഒന്ന് ഓരം ചേർത്ത് നിർത്ത്. എന്തിന്? എനിക്ക് മുട്ടി നിൽക്കുക. മുട്ടി നിൽക്കുവാണ് കൈ കുത്തി നിൽക്ക്. അയ്യോ, ആ മുട്ടലല്ല, അർജന്റ് ആയിട്ട് ഒന്ന് മൂത്രം ഒഴിക്കണം, അടക്കാൻ പറ്റുന്നില്ല. ഓ, സാറിന് ഷുഗർ ഉണ്ടല്ലേ? ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ട സമയമാണോടോ ഇത്? ഇതാ ഇപ്പൊ നീ നിർത്തിയില്ലെങ്കിൽ ഞാൻ വണ്ടി തന്നെ നാട്ടിച്ച് കളയും ഞാൻ. താൻ വണ്ടി നിർത്തുന്നതല്ലേ, ഞാൻ ഇവിടെ തന്നെ മൂത്രം ഒഴിക്കട്ടെ. ഓ, എന്റെ പൊന്നു സാറേ, ചതിക്കല്ലേ. ആ വണ്ടി ഞാൻ നിർത്താം. കുറച്ച് ദൂരത്ത് പോയി ഒഴിക്കണേ. കുറച്ചുകൂടെ. തായ്ലൻഡിൽ പോയി മൂത്രം ഒഴിക്കാൻ പറ്റുമോ? എനിക്ക് ഇവിടെ തന്നെ മൂത്രം ഒഴിക്കണം. കടലിനക്കര പോണല്ലേ കാണാപ്പൊന്നിന്. എന്തിനാ സാറേ ഒച്ചപ്പാടുണ്ടാക്കുന്നേ? മൂത്രം പോയോ? പോയില്ല, ബാക്കിയെല്ലാം ആയി. എന്താ സാറേ കൊച്ചു കുട്ടികളെ പോലെ? വിട്ടുപോയി. എന്താ പറ്റിയത്? അതിന് കാരണം ഞാൻ അവിടെ നോക്കി പേടിച്ചു പോയി. അതുകൊണ്ടാണ് പാന്റിൽ തന്നെ മുള്ളിയത്. അർജന്റായിട്ട് വണ്ടി എടുക്ക്, വേഗത്തിൽ വണ്ടി എടുക്ക്. ഈ നാട്ടിൽ നിന്ന് ട്രാൻസ്ഫർ ആക്കി പോയാലോ സമാധാനം ഉണ്ടാവും.
ഈ പാലത്തില് പർട്ടിക്കുലർ ആയിട്ട് ഈ സ്ഥലത്ത് മാത്രമാണ് ആക്സിഡന്റ് ഒക്കെ സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കവർ ചെയ്യേണ്ട ഏരിയ ഇതാണ്. എക്സ്ട്രീം വൈഡ് പാല് മൊത്തം കവർ ആകുന്ന പോലെ ലോങ്ങിൽ ഒരു ക്യാമറ സെറ്റ് ചെയ്യാം. അതേപോലെ പാലത്തിന്റെ അടുത്ത് പ്രൊഫൈലിൽ ഒരു ക്യാമറ സെറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അടുത്തൊരു മരം ഉണ്ടല്ലോ, അവിടെ ഒരു ക്യാമറ സെറ്റ് ചെയ്യാം. പെർട്ടിക്കുലറാ ആ സ്ഥലത്തേക്ക് മാത്രം സൂം ചെയ്ത് ക്യാമറ ഫിക്സ് ചെയ്യണം. ഏതൊരു വകയിലും മിസ്സാവാൻ ചാൻസേ ഇല്ല. ഓക്കെ, കറക്റ്റ്. റെഗുലേറ്ററിന്റെ വയറെല്ലാം കറക്റ്റ് ആണല്ലോ. നിങ്ങളൊന്ന് ഇറങ്ങി തള്ളിക്കേ, ഞാനൊന്ന് സ്റ്റാർട്ടാക്കി നോക്കാം. ആ തള്ളിക്കോ തള്ളിക്കോ. ഡാ അവിടെ നോക്കേ. ഇത് മൊത്തം നാശമായല്ലോടാ. ഇതാരായിരിക്കും ചെയ്തിരിക്കുക? നോർമലായിട്ട് ഒരു മനുഷ്യൻ ചെയ്യായിരുന്നെങ്കിൽ ഇങ്ങനെ വിട്ടു പോവില്ലായിരുന്നു. ഒരുപക്ഷെ പിശാച് വല്ലോ ആയിരിക്കും ഇതുപോലെ ചെയ്തത്. ഡാ പ്രേതൊന്നും അല്ല ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ആദ്യം ഫിസിക്കലി ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എടാ, പാലത്തിൽ ആ പിശാച് വല്ല കൊലയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ റെക്കോർഡായിട്ടുണ്ടാവും. വയറ് പറിച്ചു കളഞ്ഞാ എന്താ? ഡാ പ്രേതം മറ്റൊരാളുടെ ദേഹത്ത് ചെന്ന് തന്റെ ജോലി അവസാനിപ്പിക്കുന്നല്ലാതെ അതിനുകൂടി ഡയറക്റ്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോ ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡ് ആയിട്ടുണ്ടാവില്ലേ? മെമ്മറി കാർഡ് ഇട്ടൊക്കെ നമുക്ക് മനസ്സിലാവും ഇതാരാ ചെയ്തെന്ന്. മെമ്മറി കാർഡ് കേബിള് താടാ തരാൻ. മെല്ലെ മെല്ലെ. Come on, come on. Hey. ആരാടത്? ആരാടത്? തോന്നേ
ഇവനാരാടാ മരക്കഷ്ണം എടുത്ത് മേളിലേക്ക് വരുന്നവൻ? ഡാ അടിക്കുന്നടാ. ഓ ഷിറ്റ്. ഇവനായിരിക്കും അയാൾ പറഞ്ഞ ഭ്രാന്തൻ. ആ വണ്ടിക്കാരൻ എന്താ പറ്റിയെന്ന് പോലും അറിഞ്ഞില്ലല്ലോ. അതിനെ ആ ഭ്രാന്തനെ കണ്ടുപിടിച്ചാൽ അറിയുള്ളൂ. ഡാ അവനെ തട്ടി ഉണർത്തി. ഹലോ 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 ഹലോ, നിങ്ങൾ നിങ്ങളെ- തന്നെ വിളിക്കുന്നേ? ഹലോ. ഹലോ ഹലോ ഇല്ലടാ ഇതുവരെ തീർന്നിട്ടില്ല. എണീറ്റേ. അതാ പോയിക്കൊണ്ടിരിക്കുന്ന. ഹലോ, എഴുന്നേക്കുന്നുണ്ടോ? ഡാ ഹലോ, ഒന്ന് വർക്കിലടാ. എഴുന്നേക്കാൻ. ഞാൻ പിന്നെ വിളിക്കാം. എഴുന്നേക്കാനാ പറഞ്ഞത്. ഒന്ന് വിളിച്ചു നോക്ക്, അയാൾ എണീക്കുന്നേ. ഞങ്ങള് വിളിക്കുന്ന കേട്ടൂടെ? ആ ഹലോ, ഒന്ന് തീർന്നു കഴിഞ്ഞാൽ ഞാൻ എഴുന്നേക്കുന്നുണ്ടോ? വിളിക്കാം. ആ എണീക്ക്. എഴുന്നേക്ക്. ഇവനെന്തോടാ പിശാചാണോ? എനിക്ക് പേടിയൊന്ന് വാ ഓടാ. എടാ വാടാ പോ. എടാ എടാ വേണ്ട. എന്നൊന്നും ചെയ്യല്ലേ. ഞാനൊന്നും എടാ, വാടാ. ചെയ്തിട്ടില്ല. എടാ പോടാ. എടാ വേണ്ട വേണ്ട. എടാ ഞാൻ പറയുന്നത് കേക്ക്. എടാ വേണ്ട. ഇവനെന്തിനാ തുറിച്ച് നോക്കുന്നത്? എടാ ഞാൻ പറയുന്നത് കേക്കടാ. സുരേഷ്, എന്തുവാടാ ഇവൻ ചെയ്യുന്നത്? ഇനി ഇവിടെ നിക്കണ്ട എടാ, നമുക്ക്. ഓടിപ്പോടാ. എടാ നിന്നെയാണ് നോക്കുന്നത്. വാടാ നമുക്ക് എടാ, നീ രക്ഷപ്പെടാം. പൊയ്ക്കോടാ. എടാ എടാ, വാടാ. ഓടിക്കോ. എടാ, അവനെ തട്ടി മാറ്റണം. അവനെ എന്തേലും എടാ, ചെയ്യ്. പിടിക്കല്ലേ? എടാ, അവനെ തട്ടി മാറ്റ്. എടാ, മാറ്റണം. അവനെ വിടറാ. എടാ, ചെല്ല്. എടാ, വിടറാ എടാ, പറഞ്ഞത്. വേഗം ഓടണം ഒന്നും. എടാ, ചെയ്യണം. ഇവനെന്താ വട്ടാണോ? എടാ, ഏ, ഒന്ന് വേഗം ആവട്ടെ. എടാ, അവനെ തള്ളി മാറ്റ്. എടാ, സൂക്ഷിക്കണം കേട്ടോ. അവൻ ആള് ശരിയല്ല. വിടണം. വിടണേ. ഇവനെന്താ കടി? എടാ, വിടണം പറഞ്ഞത്. അവനെ ഇറക്കടാ. എടാ, വിടടാ. ഇറക്കടാ പറഞ്ഞത്. എടാ, വിട്. വിട്. മാറിക്കടാ. കളിക്കില്ല. ഞങ്ങളോട് എടാ, കളിക്കില്ല. ഇങ്ങോട്ട് വാ. നീ എന്താ കാണിക്കുന്നേ? മാറാനല്ലേ പറഞ്ഞത്. എടാ, അങ്ങോട്ട് വാ. പോടാ. അവിടെ നിൽക്ക്. ആഹാ, അത്രയ്ക്കായോ? ആഹാ, എന്നാ കാണിച്ചു തരാലോ. എടാ, എടാ, അവൻ കല്ല് കയ്യിലെടുത്ത് ഓടിക്കോടാ, ഓടിക്കോ. എടാ, ഇനി ഇവിടെ നിക്കണ്ട. എടാ, മിണ്ടാതെ നിൽക്കാൻ. എടാ, ഞാൻ പറയുന്നത് കേക്ക്. എടാ, മിണ്ടാതെ നിൽക്കാനാ പറഞ്ഞത്. എടാ, ഇതൊരു ഭ്രാന്തനാ. എടാ, ഞാൻ അവനെ പറയുന്നത് പിടിച്ച് കേക്ക്. മാറ്റണം. പിടിച്ച് മാറ്റണം. എന്നെ പിടിച്ചോ. അവനെ പിടിച്ച് മാറ്റ്. മാറ്റ്, പിടിച്ചോ. പോടാ, വേഗം വണ്ടി എടുക്ക്. പോവും, പോവും. വേഗം വന്ന്. വാ, വാ. വേഗം വന്ന്, വേഗം വന്ന്. വാ. വണ്ടി എടുക്ക്, വണ്ടി എടുക്ക്. വാ, 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 വാ. എടാ, വേഗം. വരാനാ പറഞ്ഞത്. ചെല്ല്, ചെല്ല്. എടാ, പോടാ. എടാ, അവൻ അവിടെ തന്നെ കിടക്കട്ടെ. നിങ്ങൾ വന്നേ. പെട്ടെന്ന് വണ്ടി കയറ്. ശ്ശേ. ഓരോ പാലത്തിന്റെ അടുത്ത് പോയി നിൽക്കുന്നു. ഭ്രാന്തനെ ലൈവായിട്ട് ഷൂട്ട് ചെയ്യാന്ന് പറയുന്നു. സാറേ, ഈ പ്രോജക്റ്റിലൊന്നും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുക. സാറേ ഞങ്ങളൊന്ന് സെറ്റിൽ ചെയ്തേക്കെ, ഞങ്ങളും പോയിക്കോളാം. ഇങ്ങനത്തെ റിയൽ ലൈഫ് ഷൂട്ടൊക്കെ എങ്ങനെയുണ്ടാവും നിങ്ങൾക്ക് അറിയില്ലേ? അതിന് ഒരു ഭ്രാന്തന്റെ കൈ കൊണ്ട് തല്ല് മേടിച്ച് ചാവണോ? എനിക്ക് വരുന്ന ദേഷ്യത്തിന് പോലീസിന് ഫോൺ ചെയ്ത് ആ ഭ്രാന്തനെ പിടിച്ചു കൊടുക്കാൻ പോവാ ഞാൻ. സാർ നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാതെ ഇങ്ങനെ എമോഷണൽ ആവുന്നത്? സാറേ ഇങ്ങനത്തെ പ്രോജക്റ്റ് ഒക്കെ ഇങ്ങനെ ആയിരിക്കും സാറേ. ഇതൊക്കെ ചെയ്യാൻ വേണ്ടി തന്നെയല്ലേ നിങ്ങൾ വന്നത്. അതിനു വേണ്ടിയല്ലേ പേയ്മെന്റും വാങ്ങിച്ചത്. പേയ്മെന്റ് വാങ്ങിയെന്ന് വെച്ച് ജോലിയല്ലേ ഞങ്ങൾ ചെയ്തേ. എന്ന് വെച്ച് ജീവൻ പണയം വെച്ച് ചെയ്യാൻ പറ്റുമോ? എന്തായാലും വന്നു സാറേ. ഇനിയിപ്പോ തീർത്തിട്ട് പോവാം. നിങ്ങൾ ലൈവായിട്ട് ഷൂട്ട് ചെയ്യോ എന്തെങ്കിലും ചെയ്ത് എന്നെ വിട്ടേര് സാറേ. ഞാൻ പോവാ. സാറില്ല ശക്തി, അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല വർക്ക് ചെയ്യാൻ. വിട്ടേക്ക്, അവര് പോട്ടെ. ആ ഭ്രാന്തനെ ഞാൻ ഇനി വെറുതെ വിടാൻ പോകുന്നില്ല. അവൻ എന്താ ചെയ്യാൻ പോകുന്ന നോക്കിയോ. ഈ കൊലയൊക്കെ അവനാ ചെയ്തതെന്ന് പറഞ്ഞ് പോലീസിൽ പറഞ്ഞ് അവനെ ഞാൻ അറസ്റ്റ് ചെയ്യിപ്പിക്കും. ആവശ്യമില്ലാതെ നിങ്ങൾ പെടല്ലേ. ഇതെന്റെ പ്രോജക്റ്റാണ്. ഇതെങ്ങനെ തീർക്കണമെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് പോകാം.
വാ രുദ്ര വാ. നീ വന്നു അല്ലേ? നീ വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. വാ. ആ. ഹൂ. അവള് പാവമായിരുന്നുടാ. നിനക്ക് വേണ്ടി മാത്രം അവള് കാത്തിരിക്കുന്നത്. അവളെ നിന്റെ ഒപ്പം തന്നെ വെച്ചോടാ. നീ ഇല്ലാതെ അവള് വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. ഏത് സമയവും പിള്ളേരെ പോലെ കരഞ്ഞോണ്ടിരിക്കുക. നീ വരും, എന്തെങ്കിലും വരുമെന്ന് പറഞ്ഞ് വിശ്വസിച്ചിരിക്കുക. മീര ഒരു പാവം പെൺകൊച്ചാടാ. നിന്നെയും അവളെയും ഞാൻ ചേർത്ത് വെക്കാം. എനിക്ക് അത് മതിയടാ. അത് കഴിഞ്ഞ് ഞാൻ ചത്താലും കുഴപ്പമില്ലടാ. എന്നാലേ എനിക്ക് മനസ്സമാധാനം കിട്ടുള്ളൂ. ഞാൻ ഈ നാട് വിട്ട് പൊക്കോളാവുന്നേ. ഹലോ ഒരു മിനിറ്റ്. നിങ്ങൾ വിചാരിക്കുന്ന രുദ്രൻ ഞാനല്ല. എൻ്റെ പേര് സുരേന്ദർ. ഞാൻ ലയോള കോളേജിൽ വിസ്കോം പഠിച്ചുകൊണ്ടിരിക്കുക. ഈ ഏരിയയിലെ കായർ പാലത്തിൽ തുടർച്ചയായി ആക്സിഡന്റ് നടക്കുന്നതിനെ കുറിച്ച് അറിഞ്ഞ് അത് ലൈവായിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. പ്ലീസ് ഒന്ന് മനസ്സിലാക്കൂ. നിങ്ങൾക്ക് ഈ പാലത്തിനെ കുറിച്ചോ ശിവനേശന്റെ കൊലപാതകത്തിനെ കുറിച്ചും അറിയുമെന്ന് പറഞ്ഞായിരുന്നു. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഒന്ന് പറയാൻ പറ്റുമോ? പറയൂ. ഹലോ, നിങ്ങൾക്ക് അറിയുന്നത് പറഞ്ഞാൽ മതി പ്ലീസ്. എന്താടാ രുദ്ര, നിനക്ക് എന്തെങ്കിലും വട്ട് പിടിച്ചിട്ടുണ്ടോ? നീ എന്തൊക്കെയാണ് ഈ സംസാരിക്കുന്നത്? തലയ്ക്ക് വെളിവില്ലാതെ പോയോ നിനക്ക്? എന്താടാ നീ പറയുന്നേ? മീരയെ നിനക്ക് അറിയില്ലെന്നോ? ആരാണെന്നോ? എന്ന് വെച്ചാ ഞാൻ ആരാണെന്നോ അറിയില്ലെന്ന് പറയുമല്ലോ നീ. ഇത് മീര അറിഞ്ഞാൽ എത്രമാത്രം സങ്കടപ്പെടുമെന്ന് അറിയാവോ? എടാ, എന്താ പറ്റിയത്? എന്താടാ? USA വിസ കിട്ടി, നീ ഫോറിന് പോവാൻ പോവാണെന്നൊക്കെ നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്. അതിനുള്ളിൽ എന്തിനാ ബാഗ് എടുത്തോണ്ട് വരുന്നത്? ശരി, അവിടെ നിൽക്കണ്ട. അകത്തേക്ക് വാ, വരൂ, വാ. ഇരിക്കടാ, നിങ്ങളും ഇരിക്ക. മീര, നമസ്കാരം. എടാ, എന്താ പറ്റിയത്? ഒരു പ്രശ്നം. വീട് വിട്ട് ഓടി വന്നു. എന്ത് വീട് വിട്ട് നിങ്ങൾ ഒളിച്ചോടി വന്നു? എന്തേ, ദൈവത്തോട് കുറെ നേരം നീ സംസാരിക്കുന്ന കണ്ടായിരുന്നല്ലോ. എന്റെ പ്രാർത്ഥന കേട്ട ദൈവത്തോട് നന്ദി പറയായിരുന്നു. പ്രാർത്ഥനയോ? എന്ത് പ്രാർത്ഥന? നീ USA വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തപ്പോ ഞാൻ 48 ദിവസം ഉപവാസം എടുക്കാന്ന് പ്രാർത്ഥിച്ചിരുന്നു. പെട്ടെന്ന് നീ ഇന്നലെ ഫോൺ ചെയ്ത് വിസ കിട്ടിയെന്ന് പറഞ്ഞപ്പോ സന്തോഷം കൊണ്ട് എന്റെ കണ്ണ് നിറഞ്ഞുപോയി. സത്യം പറഞ്ഞ എനിക്ക് ഫോറിനിൽ പോകുന്നതിൽ ഒട്ടും താല്പര്യമില്ല. അതെന്താ? അതെ, ഡെയിലി നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും മീറ്റ് ചെയ്യാറുണ്ട്. 10 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം ഫോണിൽ സംസാരിക്കാറുണ്ട്. ഞാൻ വേറെന്തൊക്കെയോ പ്രതീക്ഷിച്ചു പോയി. നമുക്ക് മെയിലിൽ ചാറ്റ് ചെയ്യാം, വെബ് ക്യാമിൽ കാണാം, സംസാരിക്കാം. ഇതിനു വേണ്ടിയാണോ വിഷമിച്ചത്? എന്താണെങ്കിലും അടുത്തുള്ളത് പോലെ വരുമോ? ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ചില ത്യാഗങ്ങളൊക്കെ ചെയ്തേ പറ്റൂ. ത്യാഗം ചെയ്യാതെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കില്ല മോനെ. സച്ചിൻ ടെണ്ടുൽക്കർ 16 വയസ്സിൽ ഇന്ത്യൻ ടീമിൽ കളിക്കാൻ വന്നതാ. അപ്പോ ആ ടീനേജിൽ കിട്ടേണ്ട എല്ലാ സന്തോഷവും അദ്ദേഹം ത്യാഗം ചെയ്തിട്ടുണ്ടാവും. ഇന്ന് അദ്ദേഹം ഓസ്ട്രേലിയൻ ഗ്രൗണ്ടിൽ കളിക്കാൻ ഇറങ്ങുമ്പോ മൊത്തം പബ്ലിക്കും അദ്ദേഹത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്ന് ക്ലാപ്പ് ചെയ്യും. അറിയാലോ നിനക്ക്. അപ്പൊ ടെണ്ടുൽക്കറുടെ അത്രയും വരുമെന്ന് പറയുന്നത്? ഉറപ്പായും പറ്റും. നിന്നെ കൊണ്ട് സാധിക്കും. ഫോറിനിൽ പോയി 2 വർഷം ജോലി ചെയ്തിട്ട് വന്ന ഫോറിൻ റിട്ടേൺ നിനക്കിവിടെ പേര് കിട്ടും. അതിനുശേഷം വലിയ വലിയ കമ്പനീസിൽ നല്ല സാലറിയിൽ നിനക്കിവിടെ ജോബും കിട്ടും. ഫ്യൂച്ചറിൽ
സമാധാനത്തോടെ സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച് ജീവിക്കാം. എന്തോടോ? അതെന്റെ അമ്മാവനാ. വാ വേഗം പോകാം. അഴിമതി ഇല്ലാത്ത ഇന്ത്യയെ ഉണ്ടാക്കാൻ പറ്റില്ല സാർ. എന്തിനോട് ഇങ്ങനെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നേ? എന്താ സാർ ഏതാ സാർ ആവശ്യമില്ലാത്ത ചോദ്യം? രാജ്യം മുഴുവൻ അഴിമതിയിൽ മുങ്ങിക്കിടക്ക. പാർലമെന്റ് 8 തവണയായി മുടങ്ങിക്കിടക്കുന്നു. പാർലമെന്റിൽ വരെ ഡെയിലി വഴക്കുണ്ടാക്കുമ്പോ നമ്മളെപ്പോലുള്ളവരൊക്കെ എന്ത് ചെയ്യാനാടോ? എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? അഴിമതി ഇല്ലാതാക്കുക എന്നത് ഓരോ പൗരന്റെയും കടമയാണ് സാർ. അല്ല, താനെന്ന സ്റ്റേഷനിൽ എന്തോ വഴക്കുണ്ടാക്കി ഷർട്ടൊക്കെ കീറി നിന്നില്ലേ? എന്താ സംഭവിച്ചത്? സാറേ അതൊന്നുമില്ല സാറേ. എന്റെ പാർട്ടിയുടെ ഒരു കേസ് ഞാൻ അവന്റെ അടുത്ത് കൊടുത്ത് ഡീൽ ചെയ്യാൻ പറഞ്ഞു. അവൻ ഞാൻ തന്നെ അറിയാതെ 20,000 രൂപ അടിച്ചു മാറ്റി സാറേ. അടിച്ചു മാറ്റിയ എനിക്കും കുറച്ച് തരണ്ടേ സാറേ? അത് ചോദിച്ചപ്പോ അവന് ദേഷ്യം വരുന്നത് സാറേ. അതുകൊണ്ട് അവന്റെ മുഖത്തിട്ട് ഞാനൊരു കുത്തുകുത്തി. താനൊക്കെയാണോ നാട് നന്നാക്കാൻ പോകുന്നേ? തന്റെ ലെവൽ വെച്ച് തന്നെ താൻ 2 വീട് വാങ്ങിയില്ലടോ. അത് തന്റെ ശമ്പളം കൊണ്ട് അതാ വാങ്ങിയതാ. സാറേ ഞാൻ ചോദിക്കുന്നത്. എന്റെ ലെവലിൽ തന്നെ ഞാൻ കൈക്കൂലി വാങ്ങി 2 വീട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പോലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാര് എത്ര വാങ്ങിച്ച് സെറ്റിൽ ആയിട്ടുണ്ടാവും? ആ ഒരു ആകാംക്ഷ കൊണ്ടാ തനിക്ക് ചോദിക്കുന്നത്. കാശൊക്കെ എവിടുന്ന കിട്ടുന്നെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എന്താ സാറേ മറുപടി ഒന്നും പറയാത്ത? ഞാൻ സിംഹക്കുട്ടിയാ. തന്നെ പോലെ വൃത്തികെട്ടവനൊന്നുമല്ല. ഞാൻ അഭിമാനമുള്ളവനാ. ആ പിന്നെ എന്ത് അഭിമാനം? നിങ്ങൾ ഈ വിവാഹം കഴിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഭാവി വധു അതാ അവിടെ ഒരുത്തന്റെ കൂടെ അഴിഞ്ഞാടാ. ഇവിടെ അവിടെ വണ്ടി നിർത്തണോ? വണ്ടി നിർത്ത്. ആ നിർത്താൻ. താനെന്തോ നേരത്തെ പറയാത്തെ? അത് നിങ്ങൾ കാണണ്ടെന്ന് വെച്ചാണ് ആവശ്യമില്ലാതെ ഞാൻ രാജ്യത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ അഭിമാനം എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. വണ്ടി തിരിക്കണോ? സാറേ വേണ്ട സാറേ. പൊതുസ്ഥലത്ത് വെച്ച് പ്രശ്നം ഉണ്ടാക്കിയ ദേഷ്യം വരാത്ത പെണ്ണിനും ദേഷ്യം വരും. ഇപ്പൊ എനിക്ക് മാത്രം അറിയാവുന്ന സംഗതി നാളെ നാട് മുഴുവൻ പരക്കും. എടോ മിണ്ടാതെ വണ്ടി ഓടിക്കേ. ആ വിട് വിട്. അല്ല ചേച്ചി, നിങ്ങളുടെ മോളെവിടെ? എന്തേ അമ്പലത്തിൽ പോയിരിക്കുവാ? അവൾ അമ്പലത്തിലേക്കൊന്നുമല്ല പോയത്. ഒരുത്തന്റെ കൂടെ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പൊ നീയും എന്നോട് നുണ പറയാൻ തുടങ്ങിയല്ലേ? സിംഹമാണോ ഇപ്പൊ എങ്ങനെ നാണം കെടാൻ പോകുന്നതെന്ന് കണ്ടോ? അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ വീണ്ടും അവന്റെ കൂടെ കറങ്ങാൻ വിട്ടേക്കോണോ? ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും ഒട്ടും വിലയില്ലല്ലേ? അവളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നീ ആഗ്രഹിക്കുന്നത് ശരിയാണെങ്കിൽ ഞാനല്ല ഈ നാട്ടുകാർ ചോദിക്കുന്നതിന് പോലും ഒരു ന്യായം വേണം. എനിക്ക് അവകാശമുള്ളതാ. നിന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ട് അവള് പിറന്നതിന് ശേഷം കാതുകുത്ത് അങ്ങനെ ബാക്കിയുള്ളതെല്ലാം ചെയ്ത മാമന് അവളെ കല്യാണം കഴിക്കാൻ അവകാശമില്ലേ? നമ്മൾ വെച്ച മരം എന്ത് ചെയ്യണമെന്ന് മരത്തിനോട് ചോദിച്ചിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അവളൊരു മരമൊന്നുമല്ല. ഇത് മനസ്സുകൾ സംബന്ധമുള്ള കാര്യമാണ്. നീ അവളും തമ്മിൽ എത്ര പ്രായവ്യത്യാസമുണ്ട്. അതൊന്നും ഒരു പ്രശ്നമല്ല. 2 കുട്ടികളുണ്ടായി തീരില്ലേ? എടീ നീ എങ്ങോട്ട് ആരെങ്കിലും കിളിയെ വളർത്തി കുരങ്ങന്റെ കൈ? പെരുമാളെ ഇത് ശരിയല്ല, തെറ്റാണ്. നിനക്ക് 4 പേരുടെ മുമ്പിൽ കല്യാണം ചെയ്ത് വെച്ചല്ലേ? നിന്റെ കൂടെ ജീവിക്കാൻ വന്ന പെണ്ണിനെ വേദനിപ്പിച്ചിട്ട് നീ പറഞ്ഞു വിട്ടവനല്ലേ? അതുകൊണ്ടല്ലേ 2 ഗ്രാമങ്ങൾ തമ്മിൽ വഴക്കായി ഇന്ന് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരിക്കുന്നത്. ഓർമ്മയുണ്ടോ നിനക്ക്? ഈ ഗ്രാമത്തിൽ വെച്ച് തന്നെ ഏറ്റവും നല്ല പെണ്ണാടാ ഇത്. അതിന്റെ ജീവിതം നീ നശിപ്പിക്കരുത്. നിന്റെ കൂടെ ജീവിക്കാൻ അവൾക്ക് ഇഷ്ടമല്ലല്ലോ, വിട്ടുകളാ. തന്റെ ഭാര്യക്ക് തന്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടമാണെന്നാണ് വിചാരിക്കുന്നേ. എന്നിട്ട് അവര് ജീവിക്കുന്നില്ലേ? എടി എന്നെ ഇഷ്ടമല്ലെന്ന് നീ ഇവനോട് പറഞ്ഞോ? ഏർപ്പോഴത് ഇനിയും കാത്തിരിക്കാൻ ഞാൻ തയ്യാറല്ല. അടുത്ത ആഴ്ച തന്നെ കല്യാണം നടക്കണം. അതെല്ലാവരുടെയും മുന്നിൽ വെച്ച് വേണോ? ഞങ്ങൾ 2 പേരും മാത്രം വേണമെന്ന് നിങ്ങൾ എന്നെ തീരുമാനിച്ചോ? ഇനി എന്നെ പറ്റിക്കാനാണ് അമ്മയും മോളും വിചാരിക്കുന്നെങ്കിൽ 2 ഞാൻ വെറുതെ വിടില്ല. വീട് പൂട്ടി 2 അകത്തിട്ട് മണ്ണെണ്ണ ഒഴിച്ച് ഞാൻ കത്തിക്കും. മോള് പേടിക്കണം മോളെ. നീ 4 പേരെ വിളിക്കേ, നമുക്ക് അവരോട് സംസാരിക്കാം. ആരെ വേണമെങ്കിലും വിളിച്ചോ, അറിയാവുന്നവരൊക്കെ വിളിച്ചോ. ഒളിച്ചോടി നാട് വിട്ടുപോയ പ്രണയ ജോഡികളെ കണ്ടുപിടിച്ച് പഞ്ചായത്തിൽ വെച്ച് തീരുമാനമെടുത്തതിന് ശേഷം അവര് മരത്തിൽ കെട്ടിത്തൂങ്ങിയില്ലേ? എന്നിട്ട് നാട്ടുകാരെ അത് ആത്മഹത്യയാണെന്ന് പറഞ്ഞു. ആ കേസ് ഞാൻ തന്നെയാ ഡീൽ ചെയ്യുന്നേ. മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ അകത്തിടും. ഇനി മേലാൽ എന്റെ കാര്യത്തിലെങ്ങാനും തലയിട്ടാലുണ്ടല്ലോ.
മറ്റു മാർഗ്ഗമില്ല ചേട്ടാ. നീ ഫോറിനിൽ പോയിട്ട് വന്ന് ഇവിടെ കല്യാണം കഴിക്കുന്നത് വരെ എന്റെ ആങ്ങൾ ഇവിടെ വെറുതെ വിടില്ല. രജിസ്റ്റർ ഓഫീസിൽ പോയി നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഇവിടെ വിട്ടിട്ട് പോ. അതിനുശേഷം ഞാൻ നോക്കിക്കോളാം. ചില കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല, പ്രതിസന്ധിയായിരിക്കും തീരുമാനിക്കുക. പറയുന്നത് ശരിയാ, പക്ഷേ ഇങ്ങനൊരു പ്രതിസന്ധി വരുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആരെങ്കിലും കാണും. പോയിക്കോളൂ. മോളെ, അമ്മയ്ക്ക് എന്നോടൊപ്പം വന്നൂടെ? സ്വന്തം മോളെ ഇതുപോലെ പറഞ്ഞു വിടുന്ന ആദ്യത്തെ ഞാനായിരിക്കും. ഞാൻ ഒപ്പം വന്ന നാട്ടുകാരെന്തെല്ലാം പറഞ്ഞു വരുത്ത. വേണ്ട മോളെ, വേഗം പോയിക്കോളൂ. മോനെ വിശ്വസിച്ചാ ഞാൻ ഇവിടെ പറഞ്ഞു വിടുന്നത്. അവളെ നന്നായി നോക്കണം. അമ്മയ്ക്ക് എന്നോട് ദേഷ്യമില്ലല്ലോ? ഇല്ല മോളെ, നീ സന്തോഷമായിട്ടിരുന്നാ മതി. എന്നാ സന്തോഷത്തോടുകൂടി നിന്നെ കല്യാണം ചെയ്യാൻ പറ്റത്തൊരു ശരി. ആരെങ്കിലും കാണുന്നതിന് മുന്നേ നിങ്ങൾ പോയിക്കോ. നന്നായി വരും മോനെ. നിങ്ങളുടെയൊക്കെ നാട്ടില് ആൾക്കാർ ഇപ്പോഴും ഇങ്ങനെയാണോ? ശരി, എന്തായാലും സാരമില്ല, ഞാനുണ്ടല്ലോ. നാളെ തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും കല്യാണം, ഓക്കെ അല്ലേ? എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് പോകണം. എന്തിനാടാ? എങ്ങാനും അവര് കണ്ടുപിടിച്ച് വന്നാൽ നമുക്ക് പ്രശ്നമാണ്. നിങ്ങൾ എന്നെ വിശ്വസിച്ച് വന്നിരിക്കുകയാണ്. നിങ്ങൾക്കൊന്നും സംഭവിക്കാതെ നോക്കേണ്ടത് എന്റെ കടമയാണ്. ശരിയടാ, ഇപ്പൊ എന്താ ഹോട്ടലിൽ പോണോ? ഹോട്ടലിലൊക്കെ പോയാൽ ശരിയാവില്ല. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കും. എനിക്കറിയാവുന്നൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അവിടെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഞാൻ പറയുന്ന കേക്ക് അങ്ങോട്ട് പോവാം. ഒറ്റ ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് ഓക്കെ ആണോ? എന്താ, നിനക്ക് ഓക്കെ അല്ല? പോവാം. റൂം തുറന്നിരിക്കല്ലേ? എപ്പോഴും തുറന്നു വയ്ക്കൂ ആരെങ്കിലും. നീ തുറന്നിരിക്കുക, ഞാൻ വന്നേക്കാം. ആ ശരി.
വാച്ച്മാൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടാ. അവനെ എനിക്ക് കുറെ കാലമായിട്ട് അറിയാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ശരിയടാ. നിങ്ങൾ എന്താണ് ഇങ്ങനെ വിഷമിക്കുന്നത്? നാളെ നിങ്ങളുടെ വിവാഹമാണ്. അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ട് ഞാൻ വരാം. ശരിയല്ലേ? കുളിച്ചിട്ട് റെസ്റ്റ് ചെയ്യുക. ഞാൻ എന്തെങ്കിലും പോയി വാങ്ങിച്ചോണ്ട് വരാം. പേടിക്കണ്ട കേട്ടോ. മീര, മീര, എന്താ നിനക്ക് വിഷമമുണ്ടോ? നടന്നതൊക്കെ വിട്ടേക്ക്. നീ നടക്കാൻ പോകുന്നതൊക്കെ പോസിറ്റീവായിരിക്കും. ഇന്ന് നമ്മൾ സ്നേഹിതരാണ്, നാളെ നമ്മൾ ഭാര്യയും ഭർത്താവും. ആരാ? അമ്മയാ. ഫോൺ എടുത്ത ഉടനെ കരഞ്ഞേക്കില്ല. നിനക്കിപ്പോ ഒരു പേടിയില്ല, നല്ല ധൈര്യത്തിലാണെന്ന് പറ. ശരി, ഇവിടെ സിഗ്നൽ ഇല്ല, ഞാൻ പുറത്തു പോയി സംസാരിച്ചിട്ട് വരാം. ഹലോ, അമ്മ ഇപ്പൊ എവിടെയുള്ളത്? ഇത് കായാറിന് ഏതോ ഒരു സ്ഥലാ. ഇവിടെ ഒരു ഗസ്റ്റ് ഹൗസിലാ താമസിക്കുന്നത്. ആ, എനിക്കിവിടെ സുഖം അമ്മേ. അവിടെ വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മേ? നിങ്ങൾ നാട് വിട്ടു പോയത് ആർക്കും അറിയില്ല. ഒരു പ്രശ്നമില്ല. കല്യാണമൊക്കെ കഴിഞ്ഞോ? അത് നാളെ ഞങ്ങളുടെ കല്യാണത്തിന് വേണ്ടി അവന്റെ ഫ്രണ്ട് എല്ലാ ഏർപ്പാടും ചെയ്യുന്നുണ്ട്. കല്യാണത്തിന്റെ അന്ന് വിളിക്കുമോളെ. അമ്പലത്തിൽ പോയി വഴിപാട് നടത്താം. ശരി അമ്മേ. സൂക്ഷിച്ചിരിക്കണേ നിങ്ങള്. മറക്കാതെ ഫോൺ ചെയ്യണേ. ശരി അമ്മേ. എന്നാ വെക്കട്ടെ അമ്മേ, ഞാൻ നാളെ വിളിക്കാം. ശരി മോളെ, ബൈ. മീര, എന്തു പറ്റി? എന്തിനാ കരയുന്നത്? എന്തു പറ്റി? നാട്ടിലെന്തെങ്കിലും പ്രശ്നമാണോ? ഒന്നുമില്ല. വേറെന്താ? എന്റെ ഫാമിലിയിൽ പ്രശ്നമുണ്ട്. സന്തോഷങ്ങളുള്ള നിന്റെ കുടുംബം നീ വിട്ടിട്ട് വന്നില്ലേ? നിന്റെ വീട്ടിൽ ആരും ഒന്നും പറഞ്ഞില്ലേ? ഇപ്പൊ സിമ്പിളായിട്ട് കല്യാണം ചെയ്ത് ഫോറിൻ പോയിട്ട് വന്ന് നല്ല ഗ്രാൻഡായിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് നമുക്ക് കല്യാണം ചെയ്യാം. നമ്മുടെ കല്യാണം നമ്മൾ തന്നെ നടത്തേണ്ട ഗതികേട്. നമ്മൾ മാത്രമല്ല, പ്രേമിക്കുന്നവരുടെ കല്യാണമൊക്കെ ഇങ്ങനെ തന്നെയാ. 90% കല്യാണം രജിസ്റ്റർ ഓഫീസ്, അമ്പലത്തിൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ. അത് മാത്രമല്ല, റോഡ് സൈഡിലുള്ള അമ്പലത്തിൽ പോലും കുറെ കല്യാണങ്ങൾ നടന്നിട്ടുണ്ട്. സ്നേഹിക്കുന്നവർക്ക് സ്നേഹിക്കുമ്പോഴുണ്ടാവുന്ന സന്തോഷമേ ഉള്ളൂ. ജീവിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ജീവിതകാലം മുഴുവൻ പ്രശ്നങ്ങളേ ഉള്ളൂ. നമ്മുടെ സമൂഹം പ്രേമത്തെ അംഗീകരിക്കാത്തത് മാത്രമാണ് ഇതിന്റെ കാരണം. ജാതി ഗൗരവമൊക്കെ ജീവിക്കേണ്ട ജീവിതമൊക്കെ നശിപ്പിച്ചിട്ട് വെട്ടും കുത്തമായിട്ടൊക്കെ ജീവിക്കുന്നവര്, അവർക്കൊക്കെ എങ്ങനെ ഇതൊക്കെ മനസ്സിലാവാനാ? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ജീവിക്കാൻ. അത്രേ ഉള്ളൂ. ഫോറിനിലൊക്കെ മാക്സിമം അറേഞ്ച്ഡ് മാരേജേ ഉണ്ടാവില്ല. അവിടെ എല്ലാവരും പ്രേമിച്ച് മാത്രമല്ലേ കല്യാണം കഴിക്കാറ്? അതെ അതെ, ഇഷ്ടമല്ലെങ്കിൽ അവരായിട്ട് തന്നെ പിരിഞ്ഞു പോയിക്കോളും, അവരുടെ കുഞ്ഞിനും തീക്കൊണ്ട്. വാടാ, അകത്ത് വാ. പറയടാ. ശരിയാ, ബൈ. ദേ, ഞാൻ പോയി കുളിച്ചിട്ട് വരാട്ടോ. മീര, ഏയ് മീര, എന്താ? കുളിക്കാൻ പോന്ന് പറഞ്ഞിട്ട് ടവല് വിട്ടോണ്ട് പോയല്ലോ. ഞാൻ ഓൾറെഡി ഒരു ടവൽ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ചെല്ലി ചെല്ലി പൊയ്ക്കോ, ഞാൻ വാതിൽ അടയ്ക്കട്ടെ. പ്ലീസ് പ്ലീസ്. ഏയ്
മീര മീര എന്താ മീര ഇതാ വരുന്നു. പെട്ടെന്ന് ഡോർ തുറക്ക്. എന്താ കുളിക്കാൻ പോകുന്ന പറഞ്ഞിട്ട് സോപ്പ് പറഞ്ഞല്ലോ. ഇത് ഡിറ്റർജന്റ് സോപ്പ. ഓ അതല്ലേ. നിനക്ക് എന്താ വേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പോ. ഹേയ് എന്താ പ്ലീസ്. ഹേയ് ഹേയ് ഞാൻ പറഞ്ഞേക്കും വേണ്ട. ഹേയ് തുറക്ക. ഹേയ് അകത്തോ. എങ്ങനെ വന്നെന്ന് കണ്ടില്ലേ? ഹലോ പറഞ്ഞോ. എവിടെയാടാ ഉള്ള? നിന്റെ ഫോൺ നോട്ട് റീച്ചബിൾ ആയിരുന്നു. സിഗ്നൽ കിട്ടിയില്ലടാ, അതുകൊണ്ടാ പുറത്തുനിന്ന് സംസാരിക്കുന്നത്. ഞാൻ അങ്ങോട്ട് തന്നെ വന്നോണ്ടിരിക്കുന്നത്. വിശക്കുന്നടാ, പെട്ടെന്ന് വാ. ബൈ. ഓക്കേടാ. ഡാൻസും പാട്ടും ഒക്കെ കൊള്ളാവല്ലോ. അതെ, ആ പെണ്ണിനെ എവിടുന്നാ കൊണ്ടുവന്ന് ഇങ്ങോട്ട് എന്തിനാ വിളിച്ചോണ്ട് വന്ന്? നിങ്ങൾ എന്താ പറയുന്നത്? മനസ്സിലായില്ല. അവളെന്റെ ലവറാണ്. ഈ രീതിയിൽ സംസാരിക്കരുത്. വിളിച്ചോണ്ട് വരുന്നവന്മാരൊക്കെ ഇത് തന്നെ പറയുന്നത്. ഞാൻ എത്ര പേരെ കണ്ടതാ. ഹലോ, ലവറാണെന്ന് പറഞ്ഞില്ലേ? പോടേ പോടേ, അനാവശ്യമായിട്ട് സംസാരിക്കണ്ട. എടാ, എവിടെയാടാ ഉള്ളത്? ഒന്ന് വേഗം വാടാ. എവിടുന്നോ ഒരു നല്ല സാധനം വന്നിട്ടുണ്ട്. നാളെ കല്യാണം അത്രേ. ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ രണ്ടുപേരും അർമാദിക്കുക. രണ്ടുപേരും തനിച്ചേ ഉള്ളൂ. ഞാൻ നോക്കിക്കോളാം. ഇത്രയും നല്ലൊരു ചാൻസ് പിന്നെ കിട്ടിയെന്ന് വരില്ല.
വീണ്ടും വീണ്ടും എനിക്ക് പറയാൻ പറ്റില്ല. ഒന്ന് വേഗം വന്ന് തൊലയ്ക്കടാ, വേഗം വരാൻ. ആ ശരി. എടാ അവൾ എവിടെ? എടാ എവിടെയാന്ന്? എവിടാ അവന്മാര്? വരുന്നുണ്ട്. ഞാൻ കുറച്ച് നേരത്തെ പോന്നതാ. നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലേ വരുള്ളോ? അത് ശരി. കുട്ടിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല ഉഗ്രം സാധനമാടാ. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? നിക്കടാ, ഒരു കാര്യം 1000 വട്ടം പറയണോ നിങ്ങളടുത്ത്? അത് വിട്. നീ എന്നെ വെള്ളം അടിക്കാൻ വിളിച്ചാന്ന് ഞാൻ വിചാരിച്ചേ. കാര്യം ഇപ്പോഴല്ലേ പറയുന്നത്. അണ്ണാക്കിലോട്ട് കേട്ട്. Cheers. എന്തോന്ന് സാധനോടാ ഇത്? ആകെ മൊത്തം ഒലിക്കുവാണല്ലോ. അവന്മാരെ വിളിക്കടാ വേഗം. വരുന്നുണ്ടാ, നമുക്ക് നിക്ക് തുടങ്ങിയാലോ? നിക്ക്, ഒന്ന് വെയിറ്റ് ചെയ്യ്. വിടരുത് വിടരുത്, വേഗം വാ, പിടിക്കാവന്മാരെ. അവിടെ നിക്കണേ, എടേ നിക്കാൻ. ഇയാളോട് നിക്കാനല്ലേ പറഞ്ഞത്? കൊല്ലണവന്, കൊല്ല് കൊല്ലവന്. അടിക്കല്ലോ. നീ അങ്ങോട്ട് പോകുന്നു.
മീരയെ കടത്തിക്കൊണ്ടുപോയത് മറ്റാരുമല്ല, ശിവനേശനും അവന്റെ ഫ്രണ്ട്സുമാണ്. ഹലോ, അതേട്ടാ ഞാനാ സംസാരിക്കുന്നത്. കാര്യം ഭയങ്കര സീരിയസ് ആയിട്ടോ. അവനും ആ ഓട്ടോക്കാരനും അങ്ങോട്ടാ വന്നോണ്ടിരിക്കുന്നത്. ഇപ്പോഴാ പാലത്തിന്റെ അടുത്ത് എത്തിക്കാണും. അവന്മാർ അവിടെ വെച്ച് തീർത്ത് കളയണം ചേട്ടാ, വിടരുത്. ഇതാ ഞാനിപ്പോ വന്നേക്കാം, ഇതേ പെട്ടെന്ന് വന്നേക്കാം. ഓക്കെ. മീരയെ കടത്തിക്കൊണ്ടുപോയത് മറ്റാരുമല്ല, ശിവനേശനും അവന്റെ ഫ്രണ്ട്സുമാണ്. അത് ചോദിക്കാൻ ചെന്ന് എൻ്റെ ഫ്രണ്ടിനെ അവര് അടിച്ചൊതുക്കിയിട്ട് മീരയെ റേപ്പ് ചെയ്ത് കൊന്നു കളഞ്ഞു. എൻ്റെ ഫ്രണ്ട് എന്തായെന്ന് എനിക്കും അറിയില്ല. അതിനുശേഷമാണ് ഞാൻ അറിഞ്ഞത് ശിവനേശനും അവന്റെ ഫ്രണ്ട്സും ഇങ്ങനെ പല പെണ്ണുങ്ങളെയും കൊന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതൊക്കെ ചെയ്തത് ശിവനേശനാണല്ലേ? ഓക്കെ, ശിവനേശൻ എങ്ങനെയാ മരിച്ചേ? എന്തിനാണ് ഇങ്ങനെ ഒച്ചണ്ടാക്കുന്നത്? മീരയുടെ ആത്മാവ് എന്നെ ഫോണിലൂടെ വരട്ടുന്നു. ആണോ? എന്താ അമ്മയാണ്? ധൈര്യം ഉണ്ടെങ്കിൽ പാലത്തിന്റെ അടുത്തേക്ക് വാ എന്നെ വിളിക്കുന്നു. എനിക്ക് പേടിയാവുന്നടാ ശിവനേശ. വെറുതെ പേടിച്ചോണ്ടിരിക്കടോ. എല്ലാം എനിക്കറിയാം. ഇതൊക്കെ നടരാജനും മീരയും നടത്തുന്ന ഡ്രാമയാണ്. ഡ്രാമയോ? ആരാടാ വിളിക്കുന്നത്? മീരയാ വിളിക്കുന്നത്. നീ എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഹലോ, ഞാനാ മീരയാ സംസാരിക്കുന്നത്. അതെയോ? അതിനിപ്പോ എന്താ?
നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വേഗം ആ പാലത്തിലേക്ക് വാ. ധൈര്യം ദോ വരുന്നടി. അവൾക്ക് ഞാൻ ആരാണെന്ന് കാണിക്കും. ശിവനേശ, ഈ ധൃതി കാണിക്കല്ലേ. ശിവനേശനും അവന്റെ ഫ്രണ്ട്സും ഈ മീരയെ പോലെ തന്നെ പല പെണ്ണുങ്ങളെയും ഇങ്ങനെ റേപ്പ് ചെയ്ത് കൊന്നിട്ടുണ്ടെന്നുള്ളത് ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. ഇത് അവര് തന്നെ പറയണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് അവന്റെ ഫ്രണ്ടിനോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അയാളോട് സഹായം ചോദിച്ചത്. അവർ രണ്ടുപേരും എന്നെ സഹായിക്കുകയും ചെയ്തു. ഞങ്ങളുടെ പ്ലാൻ പോലെ തന്നെ ശിവനേശനും ഫ്രണ്ട്സും അവിടെ വരികയും ചെയ്തു. പക്ഷേ ഞങ്ങളുടെ പ്ലാൻ അവര് നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയാണ് അവര് വന്നത്. ഞങ്ങളുടെ തന്നെ ഡ്രാമ കളിക്കുകയാണോ? ഒരു സെക്കൻഡിൽ ഞാൻ തന്നെ പേടിച്ചു പോയി. നിന്റെ പെർഫോമൻസ് അത്രയ്ക്ക് സൂപ്പർ ആയിരുന്നു. എന്തൊരു ആക്ടിംഗ് ആണ് മീര നിന്റേത്. ഞാൻ എന്തെങ്കിലും നിനക്ക് തന്നേ പറ്റുള്ളൂ. എന്തിനാടി അങ്ങനെ നോയിക്കൊണ്ടിരിക്കുന്നത്? എന്റെ കാര്യത്തിൽ തലയിട്ടത് കൊണ്ടാണ് ഞാൻ അവർ രണ്ടുപേരെയും കൊന്നത്. നീ കാണാൻ അവളെ പോലെ ഉള്ളത് കൊണ്ട് നീ എന്നെ കൊല്ലാൻ നോക്കുകയാണോ? കഴിഞ്ഞു പോയ കല്യാണത്തിന് എന്തിനാടി മേളം കൊട്ടുന്നത്? എന്നെ അവസാനിപ്പിക്കാൻ കരുതി ഇപ്പൊ നിന്റെ കഥ അവസാനിച്ചല്ലോ. ചാവടി. ശിവനേശ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ, എന്നെ കൊല്ലാൻ വരുന്നു, എന്നെ രക്ഷിക്കടാ. എടാ ശിവനേശ, എന്നെ രക്ഷിക്കടാ, എന്നെ കൊല്ലുന്നടാ, എന്നെ രക്ഷിക്കടാ. എടാ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കടാ പ്ലീസ്. എടാ എന്നെ രക്ഷിക്കാ. ആരാത്? ആരാത് ചോദിച്ചില്ലേ? ആരാത്? ആരാത്? ആരാത് പറ. പറയാനാ പറഞ്ഞത്. ആരാ? ആരാ? ആരാന്നല്ല ചോദിക്കുന്നത്, പറ. ആരാ നീ? ആരാത്? ആരാ? തല്ലല്ലേ, എന്നെ തല്ലല്ലേ, എന്നെ തല്ലല്ലേ, എന്നെ തല്ലല്ലേ, തല്ലല്ലേ. ആരാ? ആരാ നിങ്ങള്? എന്നെ തല്ലല്ലേ. ഞങ്ങളുടെ പ്ലാൻ ഒന്നും അറിയാതെ തന്നെ മീരയുടെ ആവി ശിവനേശനെ അതേ പാലത്തിൽ വെച്ച് തന്നെ കൊന്നൊടുക്കുകയായിരുന്നു. അവിടെ അവന് ഒന്നും ചെയ്യാനായില്ല. അതിനുശേഷം ഇതുപോലെ പലരെയും മീര അവിടെ വെച്ച് കൊന്നു. നിങ്ങൾ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് റിയൽ സ്റ്റോറി പോലെയുണ്ട്. ഇതിനെന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ?
ഇതുവരെ രുദ്രയാണെന്ന് വിചാരിച്ചാണ് ഞാൻ നിന്നോട് കഥ പറഞ്ഞത്. പക്ഷെ നീ എൻ്റെ രുദ്ര അല്ല. നിന്റെ അടുത്തുള്ള എല്ലാവരും ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നില്ല. അവരെയൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാവോ? അവരോട് പോവാൻ പറ. ഇവര് പോയി എന്നെ പോലീസിൽ പിടിച്ചു കൊടുക്കുമെന്ന്. എന്നാ അതും കൂടി എനിക്ക് കാണണം. ഞാൻ പോവാ. കാരണം നീ രുദ്ര അല്ല. ഞാൻ ചെന്ന് മീരയോട് പറയാം. ഹലോ, ഒരു മിനിറ്റ് ഒന്ന് നിൽക്കൂ. ഹലോ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് നിൽക്കൂ. നീ എൻ്റെ രുദ്ര അല്ല, അതുകൊണ്ട് ഞാൻ പോവാ. എനിക്കറിയാം നീ രുദ്ര അല്ലെന്ന്. നീ രുദ്ര അല്ല. ഈ പ്രോജക്റ്റിന്റെ ക്ലൈമാക്സ് എന്താ? പിശാച് ഉണ്ടോ ഇല്ലയോ? ഇതേ വേൾഡ് വൈഡ് റിസർച്ചിൽ തന്നെയാണ് ഉള്ളത്. ഇതിന് നമുക്കെങ്ങനെ ഉത്തരം പറയാൻ കഴിയും? എന്തിനൊരു ഉത്തരം വേണ്ടേ? നീ എന്താ പറയാൻ പോകുന്നത്? ഇത് ഓരോരുത്തരുടെ വിശ്വാസമാണ്. ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കുണ്ട്, ഇല്ലെന്ന് വിശ്വസിക്കുന്നവർക്കില്ല. ഇത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. ഒരു മാസം പിശാചിനെ കുറിച്ച് റിസർച്ച് ചെയ്ത് കാട്ടിൽ അലഞ്ഞിട്ട് എനിക്കിപ്പോ 2 വയസ്സ് കൂടിയതുപോലെയുണ്ട്. 2 വയസ്സ് കൂടിയതുപോലെയല്ല, അസല് പ്രേതത്തെ പോലെയുണ്ട്. എന്തിനാടാ നിർത്തിയത്? നീ ഒന്ന് മുന്നിൽ നോക്കടാ. മുൻപിലെന്താ? ഒന്നുമില്ലല്ലോ. ഒന്നുമില്ലേ? അവിടെ മീര നിൽക്കുന്നടാ. മീരയോ? എവിടെയാടാ? നിനക്ക് കാണുന്നില്ലേ? ദാ നിൽക്കുന്നടാ. എന്താടാ പിശാചിനെ കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് നീ പേടിക്കുവാണോ ഇപ്പൊ? ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്. മീര ഇവിടെ നിൽക്കുന്നുണ്ട്. എന്താണ് നീ പറയുന്നത്? സീരിയസ് ആയിട്ട് പറയണോ അല്ല കോമഡി പറയണോ? രാത്രിയിൽ നട റോഡിൽ നിർത്തിയിട്ട് മിണ്ടാതിരിക്കടാ. അവിടെ കരയുക. നീ ആദ്യം വണ്ടി എടുക്കടാ. എടാ സുരേന്ദ്ര, എടാ വണ്ടി എടുക്കടാ. അവിടെ ഒന്നും ആരും ഇല്ലെന്ന് പറഞ്ഞില്ലേ? എടാ നീ ആദ്യം വണ്ടി എടുക്കടാ. ആരും ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഒന്ന് വണ്ടി എടുക്കടാ. നീ ആദ്യം ഇറങ്ങിക്കേ. നീ ഇറങ്ങിക്കേ, ഞാൻ ഓട്ടിക്കോളാം. പുറത്തേക്ക് വാ. നീ ഇരിക്കടാ. നീ അകത്തേക്ക് പോ. കാലുള്ളിൽ വയ്ക്ക്.